നമ്മുടെ അർജുന്റെ ലൈഫ് സ്റ്റോറി കേൾക്കുകയായിരുന്നു ലൈവില്. ഒരു നിസാര ലൈഫ് സ്റ്റോറി അല്ലായിരുന്നു അത്. ഈ ഒരു ചെറിയ കാലയളവിൽ പുള്ളി നേരിട്ടിട്ടുള്ള ശാരീരികമായ വെല്ലുവിളികൾ എന്റെ പൊന്നോ, കേട്ടിട്ട് എന്റെ കിളിയെല്ലാം കൂടി എവിടേക്കോ പറന്നുപോയി. അമ്മാതിരി ഉള്ളതായിരുന്നു അർജുന്റെ കഥ. അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിരിച്ചോണ്ടാണ് അർജുൻ പറയുന്നത്, ഒരു ചെറു പുഞ്ചിരിയോടെ. അത് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഈ കേട്ട കഥകളിൽ ഒന്നും തന്നെ ആരും ഇത്രയും ഫിസിക്കൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഉണ്ട് അർജുന്റെ ലൈഫും പുള്ളി നേരിട്ട വെല്ലുവിളികളും. ഹാറ്റ്സ് ഓഫ് ടു ദ മാൻ. ഇത്രയൊക്കെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അർജുന് പറക്കാനാവും. ഇന്നത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നതോടെ മിക്കവാറും അർജുന് നല്ല രീതിയിൽ ഒരു പ്രേക്ഷക പിന്തുണ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ജയിലിൽ പോകുന്നതും അർജുനാണ്. ആ ഒരു സിമ്പതിയും എല്ലാം കൂടി വർക്കൗട്ട് ആവും. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാലിന്റെ ടെട്രാപാക്ക് എടുത്ത് കുടിച്ചതിന് ഗബ്രി അർജുന്റെ മണ്ടയ്ക്ക് കയറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ പേര് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ഗബ്രി. അതൊക്കെ എയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഗബ്രി വൻ നെഗറ്റീവും അർജുൻ വൻ പ്രേക്ഷക പിന്തുണയും കൈവരിക്കും. ആ ഒരു തർക്കത്തില് പെർമിഷൻ ഇല്ലാതെ പാലെടുത്തതിനാണ് അർജുന്റെ മണ്ടയ്ക്ക് ഗബ്രി കയറുന്നത്. റോക്കിയൊക്കെ അർജുന് വേണ്ടി സംസാരിക്കുന്നുണ്ട്, ഗബ്രിക്കെതിരെ വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തായാലും അർജുൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളെ അല്ല. ഈ സീസണിലെ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്. അങ്ങനെ എല്ലാ രീതിയിലും ക്വാളിറ്റി ഉള്ള ഒരു ഫാൻ ബേസ് അർജുൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ റിനോഷനൊക്കെ ഉണ്ടായിട്ടുള്ള പോലെ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ കിടന്ന കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. പക്ഷെ ഈ ഒരാഴ്ച ജിൻഡോ കളിച്ച ഗെയിം എമ്മാതിരി ആയിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ അർജുനും അടുത്ത ആഴ്ച ഇതേപോലൊരു ജിൻഡോ കാഴ്ചവെച്ച പോലെ ഒരു മാരക ഗെയിം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.